നല്ല അടിപൊളിയാണ്. ഫാമിലി ഫൈറ്റാണ്, പക്ഷെ നല്ല പടം കാണാം. അല്ല ഓക്കെയാണ്, നല്ലപടി കാണാം, ധൈര്യമായിട്ട് കാണാം, ഫാമിലിയായിട്ട് കാണാം. നല്ല പടം, അവിടെ നോക്കി ശിവകാർത്തികൻ സൂപ്പറായിട്ട് അഭിനയിച്ച്. പിന്നെ വില്ലുണ്ട്, എൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ അടിപൊളിയാണ്. പിന്നെ വിജുമോനൻ ഒന്നും പറയല്ലേ, അടിപൊളി ആക്ഷൻ ഉണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാവർക്കും കാണാം. ഇഷ്ടപ്പെട്ടോ? ആ നല്ല നല്ല അടിച്ചിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മൂവി? மியூசிக் நல்லா இருக்கு. சிவகார்த்திகேயன் ஆக்டிங் வண்டர்ஃபுல், ஃபைட்டிங் வெரி வெரி நைஸ். முருகதாஸோட துப்பாக்கி கத்தி மாதிரி இருக்கா? அதை விட சூப்பரா இருக்கு. அப்போ சிவகார்த்திகேயன் வந்து அடுத்த தளபதியா? நிச்சயமா 100%. கார்த்திகேயன், சிவகார்த்திக் வெரி வெல். ஓகே, நல்லா இருக்கு. இந்த படத்துல ரொம்ப பிடிச்ச மொமெண்ட்ஸ் எது? அவங்க லவ். இது ஆக்ஷன் படம் தானே? ஆமா, ஆக்ஷன் படம், ஃபுல் ஆக்ஷன் மூவி. அனிருத் மியூசிக் செம்மையா இருக்கு. மலையாளி பிஜு மேனன் எப்படி இருக்கு? நல்லா இருக்கு. அப்போ விஜயோட துப்பாக்கி கத்தி விட இந்த மதுராசி ரொம்ப சூப்பரா இருக்கு. செம கரெக்ட். ഓക്കെ മാം, താങ്ക് യു. നല്ല പടം. അത് അടിപൊളിയാണ്, സൂപ്പറാണ് പുള്ളി. ഒന്നുകൂടി അടിപൊളിയാണ്. മറ്റേ തുപ്പാക്കിയിലൊക്കെ വന്നതിനെക്കാട്ടിയൊക്കെ ഒന്നുകൂടി നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അടിപൊളിയാണ്. നല്ല രസമുണ്ടായിരുന്നു. നല്ല കാണാൻ കൊള്ളാം എല്ലാവർക്കും. സൂപ്പർ മൂവ്മെന്റ്, നല്ല ഇഷ്ടപ്പെട്ടു. ഫൈറ്റ് അടിപൊളിയാണ്, പഞ്ചൊക്കെ ഉണ്ട്, അത് അടിപൊളിയാണ്. വില്ലനൊക്കെ പൊളിയാണ്. വില്ലൻ്റെ എൻട്രി സെക്കൻഡ് ഹാഫ് ഫൈറ്റൊക്കെ ഒന്നും പറയാനില്ല, അതൊക്കെ ഇല്ല. തൂക്കും മിക്കവാറും ഒരു കംബാക്ക് ആയിരിക്കും ഇത്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. അമ്മാരി ക്ലൈമാക്സ് ആണെങ്കിൽ സൂപ്പർ. ശിവകാർത്തികേയൻ്റെ ഈ ഇറങ്ങിയാൽ ഏറ്റവും നല്ല പടം. അതിൽ നായകനും വില്ലനും ഇത്രയും നല്ല തുല്യ കഥാപാത്രങ്ങളെ കൊടുത്ത ആ ഡയറക്ടറെ മുരുകദാസിന് ഒരു ബിഗ് സല്യൂട്ട്. അത്രയും നല്ല സാധനം. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പടം തുടങ്ങി കഴിഞ്ഞിട്ട് പടം കഴിയുന്നവരെ ഒരു ബോറടിയില്ല, നല്ല പക്കയായിട്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയതാണ്. ഫൈറ്റൊക്കെ എൻ്റെ പൊന്നെ ആ കമാൻഡത്തെ ആ ഹീറോ ആണിതിൽ നമ്മളെ വില്ലനായിട്ട് വരുന്നത്. ഇമാതിരി സാധനം കിട്ടണമെങ്കിൽ അത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണം. അത്രയും നല്ല പടം, സൂപ്പർ മൂവി, പൊളിച്ച്. മദ്രാസി നല്ല പടമായിരുന്നു. കാരണം ഒരു ആക്ഷൻ എൻ്റർടൈനറാണ് തിരുവോണ ദിനത്തിന് ഇറങ്ങിയിൽ. എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വിദ്യുത് ജമാലും അതുപോലെ തന്നെ ശിവകാർത്തികനും പല സെറ്റപ്പിലും വളരെ ഗംഭീരമായിട്ട് അവർ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. സ്റ്റൺസ് വളരെ ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിലെ റൊമാൻസും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അമിത പ്രതീക്ഷയൊന്നും ഇല്ലാതെ വന്നൊരു സംഭവമാണ്. ഇതിൻ്റെ ട്രെയിലർ നന്നായിരുന്നു. അമിത പ്രതീക്ഷയില്ലാതെ തിയേറ്ററിൽ വന്നപ്പോഴേക്കും എനിക്ക് എന്താ പറയുക, എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പടമായിട്ട് തോന്നി. ഒരു ആക്ഷൻ എൻ്റർടൈനറാണ്, ഒപ്പം അതിനകത്ത് ലവ് ട്രാക്ക് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് തിയേറ്ററിൽ നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണ് AR മുരുകദോസ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഈ തിരുവോണത്തിന്. പടം ടോട്ടലി പറയുകയാണെങ്കിൽ പൊളിപ്പടമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് കിണ്ണം കാച്ച് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് സീറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ബിജുമേനൊക്കെ കാസ്റ്റ് ചെയ്യുന്നതും പക്ക ലെവലായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വില്ലനാണ്. വില്ലന് ഒരു രക്ഷയില്ല. എൻ്റെ ദൈവം, അവൻ വന്ന സീൻസൊക്കെ സ്ക്രീൻ പ്രസൻസൊക്കെ ഒരു രക്ഷയില്ല. പിന്നെ ശിവകാർത്തികനും വേറെ ലെവൽ സെറ്റ് സാധനമാണ്. മുരുകദാസ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പടം ഒരു ഗജനി തുപ്പാക്കി മിക്സ് ചെയ്ത സാധനമാണ്. അതേപോലെ തന്നെ പടം വെച്ചിട്ടുണ്ട്. പിന്നെ തമിഴ് പടത്തിൽ ഇത്രയും വന്നതിൽ ഏറ്റവും നല്ലൊരു കിടിലം പടമായിട്ട് തന്നെ കണ്ടിരിക്കുക. പിന്നെ വലിയ വമ്പൻ സംഭവം പ്രതീക്ഷയാണ്. നിങ്ങൾക്ക് മസ്റ്റായിട്ട് വന്നിട്ടൊരു നീറ്റായിട്ടൊരു പടം കണ്ടിട്ട് പോവാം. അല്ല വലിയ സംഭവങ്ങളൊന്നുമില്ല, പക്ഷേ സിമ്പിൾ സാധനമാണ്. പക്ഷെ നല്ല പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അനുരാഗത്തിൻ്റെ BGM പൊളിയായിരുന്നു, കിടിലം സാധനമായിരുന്നു. ഓക്കെ, മസ്റ്റായിട്ട് നിങ്ങൾ തിയേറ്ററിൽ വന്നാൽ നോക്കും. നല്ലൊരു ചിത്രം. മുരുകദാസിൻ്റെ സംവിധാന മികവ് എടുത്തു കാണിച്ച ചിത്രം. കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സമ്പൂർണ്ണ ഹിറ്റ് എന്ന് തന്നെ പറയാം. നമ്മുടെ ശിവകാർത്തികേയനും അതേപോലെ മലയാളികളുടെ സ്വന്തം വിജുമേനോനും പിന്നെ വില്ലനായിട്ട് വന്നിരിക്കുന്നവരെല്ലാവരും, അതേപോലെ തന്നെ നായികയും എല്ലാവരും തകർത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കുടുംബമൊത്ത് കാണാൻ പറ്റിയ ഒരു നല്ലൊരു ഓണച്ചിത്രം തന്നെയാണ് ഈ ഒരു ചിത്രം. തീർച്ചയായിട്ടും എല്ലാവർക്കും തിയേറ്ററിൽ വന്ന് കണ്ടാസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെ.